തിരുവനന്തപുരം ബാലരാമപുരത്ത് നെല്ലിവിളയിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസുകാർ. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ BJP പരാതി നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ശാലിനി ഒരിക്കൽ കൂടി ചേരുകയാണ്. ശാലിനി, ഏത് രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ യൂത്ത് കോൺഗ്രസുകാർ ഫ്ലെക്സ് സ്ഥാപിച്ചത്? ഗൗതമ, തിരുവനന്തപുരത്തെ ബാലരാമപുരമുള്ള നെല്ലിവിളയിലാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. അതായത് യൂത്ത് കോൺഗ്രസ് ആ ഫ്ലെക്സിൽ പറയുന്നത് മതേതര ഇന്ത്യക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ യൂത്ത് കോൺഗ്രസിന്റെ നെല്ലിവിള യൂണിറ്റ് കമ്മിറ്റി എന്നുള്ളതാണ് അതിന്റെ വാചകം പറയുന്നത്. അതേസമയം അതിലൊരു ചിത്രമുണ്ട്. ആ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വിദ്വേഷം പകർത്തുന്നതും മത സാമുദായിക സംഘടനകളെ ഇത്തരത്തിൽ വിദ്വേഷം കുത്തിനിറച്ചൊരു കലാപശ്രമം നടത്തുകയും ചെയ്തതായി ഉള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJPയുടെ ബാലരാമപുരത്തെ പ്രവർത്തകർ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ പറയുന്നത് വിദ്വേഷം പടർത്തുന്ന രീതിയിൽ, ഒപ്പം തന്നെ കലാപ ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. ഇത് യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് തന്നെ മാറ്റി സ്ഥാപിക്കണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവും സമരങ്ങളുമായി മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ് അവർ പരാതിയിൽ ഉന്നയിക്കുന്നത്. ആ ഫ്ലെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഫ്ലെക്സ് എന്നുള്ളത് ലൂസിഫർ സിനിമയിലെ മോഹൻലാൽ അതിലൊരു ക്യാരക്ടറിനെ ഭിത്തിയിൽ ചവിട്ടി വെക്കുന്നതിന് രീതിയിൽ സമാനമായ രീതിയിൽ ഒരു ക്രിസ്മസ് പാപ്പാഞ്ഞി ഒരു സംഘപ്രവർത്തകനെ BJPയുടെ ഷോളണിയിച്ച് താമര ചിഹ്നമുള്ള ഒരു സംഘപ്രവർത്തകനെ കഴുത്തിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ചിത്രമാണ്. മറ്റൊരു ചിത്രം എന്നുള്ളത് ഒരു പള്ളിയുടെ മുകളിൽ കയറി നിൽക്കുന്ന കുറച്ച് സംഘപ്രവർത്തകരെ വെച്ചിട്ടുള്ളതാണ്. മറ്റൊരു ചിത്രം എന്നുള്ളത് ഈ ക്രിസ്മസ് പുൽക്കൂടുകളും മറ്റും തകർക്കാനെത്തുന്ന രീതിയിലുള്ള സംഘപ്രവർത്തകരെ അതിൽ കാണിക്കുന്നുണ്ട്. മറുഭാഗത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ആളുകളെയും നമുക്ക് കാണാം. അതേപോലെ തന്നെ ക്രിസ്മസ് പാപ്പാഞ്ഞിയുടെ തൊപ്പിയും മറ്റുമൊക്കെ വാരിക്കൂട്ടിയിട്ട് കത്തിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങളും ഈ ഫ്ലെക്സ് ബോർഡിൽ കാണാം. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സംഘപരിവാർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഒരു പ്രകോപനം ഉണ്ടാക്കുകയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെല്ലിമൂട് മേഖലയുടെ പല ഭാഗങ്ങളിലും ഈ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പറയുകയാണ് എങ്കിൽ പോലും മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാൻ, മനഃപൂർവ്വം വിദ്വേഷം പടർത്താനുള്ള നീക്കമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനെതിരെയാണ് ഇപ്പോൾ BJP ശക്തമായി പ്രതിഷേധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് പ്രധാനമന്ത്രി ക്രൈസ്തവ വിശ്വാസികളെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്, ക്രൈസ്തവ മതത്തെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്, അവരുടെ ആരാധനയെയും അവരുടെ വിശ്വാസത്തെയും എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്. സമാനമായി തന്നെ കേരളത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ, അത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴാണ് അതൊന്നുമല്ല എന്ന് മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ടൊരു കലാപ ശ്രമവും അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. എന്തായാലും ഫ്ലെക്സ് ബോർഡ് ബാലരാമപുരത്താണ് അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസുകാർ സ്ഥാപിച്ചിരിക്കുന്നത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയത്തിലെത്തി ക്രിസ്മസ് ആഘോഷിച്ച് ക്രൈസ്തവ സമൂഹം BJPക്കൊപ്പം NDAയ്ക്കൊപ്പം അണിനിരക്കുന്ന ഒരു ഘട്ടമാണ്. ഇതിൽ വിരളി പൂണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം രാജ്യത്തൊട്ടാകെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിരുന്നു ഒരു കാലത്ത് ക്രൈസ്തവ സമൂഹം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഇന്നിപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള വടക്ക് കിഴക്കൻ മേഖല മുഴുവൻ BJPയുടെ ഭരണത്തിലാണ്. ഗോവ സംസ്ഥാനം BJP ഭരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ കടന്നുപോയ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് എത്തുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ചുള്ള പ്രകോപനത്തിന് യൂത്ത് കോൺഗ്രസുകാർ ശ്രമിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങളുമായി ചേർന്നത്.